അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഖ്ഹിലെ രണ്ടാം പാഠം അസ്വലാത്തു നിസ്കാരം എന്നുള്ള പാഠാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏത്? നിസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നിസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പാഠത്തിൽ പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികളെ കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞു എന്നുള്ളത്. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികളെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ വിജയം വരിച്ചു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ വിജയം വരിച്ചു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. ആർക്ക് എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവരെ കുറിച്ചാണ് അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതല്ല. അഥവാ നിസ്കാരത്തിന്റെ സമയത്ത് തൊട്ട് പിന്തിക്കുക, ആ സമയത്ത് നിസ്കരിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്താവുക, പിന്നീട് മടക്കി നിസ്കരിക്കുക. അത് ഏതൊക്കെ സമയത്താണ് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് ഉറക്കം, അതുപോലെ മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ വേറൊരു കാരണം കൊണ്ട് എന്താവൂല, നിസ്കാരം ഒരു മനുഷ്യനും, ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യനും നിസ്കാരം പിന്തിച്ച് നിസ്കരിക്കാൻ സാധ്യമല്ല. അടുത്തതാണ്, ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കൽ സുന്നത്താണ് ഏത്? അപ്പൊ ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയ നിസ്കാരങ്ങളെയാണ് മുന്തിക്കേണ്ടത്. ആസന്നമായ നിസ്കാരത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ അസർ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഉറങ്ങിയ വ്യക്തിയാണ്. അവനങ്ങനെ ഉറങ്ങി എണീക്കണത് അസർ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ ആ അസറിന്റെ സമയത്ത് ഓനിക്ക് മുന്തിക്കൽ സുന്നത്തുള്ളത് ആ ളുഹർ നിസ്കാരം ഫസ്റ്റ് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ട്ടോ. ഇൻഷാ അള്ളാ ബാക്കി ക്ലാസ്സുകളുമായി ഉടനെ വരും. അസ്സലാമു അലൈക്കും.